ഹായ് ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ബാച്ചലർ ഓഫ് അരിയപ്പ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ കൈതി സിനിമയിൽ എല്ലാവരും കണ്ടിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ കൈതി ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോ ആണ് കൈതി ബിരിയാണി. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ റെസിപ്പീസ് ഇനി നമ്മുടെ ചാനലിൽ വേണമെന്നുള്ളത് നമ്മുടെ കമന്റിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് എല്ലാത്തിനും തുടക്കമായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോവാണ് നമ്മുടെ കൈതി ബിരിയാണി. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, അതുപോലെ തന്നെ ബേ ലീഫ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് അതിന് ചേർത്ത് കൊടുക്കണേ. പുള്ളി വേറെ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. ഇതിലേക്ക് നമുക്ക് മുളകും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി, ഇളക്കുക. നമുക്ക് ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ബിരിയാണി മസാല ഈ 3 കൂട്ടം മാത്രം മതി നമുക്ക് ഈ കൈതി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മെയിൻ ഐറ്റം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കനല് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മള് നാളെ കൈതി ബിരിയാണി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് എല്ലാവരും കൂടി നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എല്ലാവരും കൂടി നിൽക്കുക. കൂട്ടുകാരൊക്കെ ഭാഗമുണ്ട്. നിങ്ങളെല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാവരും നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ചാനലില് ഇനി എന്തൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ
നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചാനൽ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബാച്ചുലർ ഓഫ് ഹരീഫിന്റെ വക എല്ലാവർക്കും ബൈ ബൈ.